എന്തായാലും ഇതാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന നേതാവിന് മുന്നിൽ നിർത്തുമ്പോൾ പ്രയോജനപ്പെടുത്തേണ്ട സാധ്യതകൾ എന്നുള്ളതാണ് ഇലക്ഷൻ ചാനൽ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ ഈ ഒരു പ്രയോജനം മാത്രമാണോ മമതാ ബാനർജി ഈ പേര് നിർദ്ദേശിക്കുമ്പോൾ മുന്നിൽ കണ്ടിട്ടുള്ളത്? അതാണ് നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് മമതയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ ഒരു പേര് മുന്നോട്ട് വെക്കുന്നു. അതിലൂടെ ഉന്നം വെക്കുന്നത് എന്താണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ. അത് രാഹുലും നിതീഷുമാണ്. അതിൽ തന്നെ കിരൺ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളുടെ അധ്വാനത്തിലൂടെ അങ്ങനെ രാഹുൽ പ്രധാനമന്ത്രിയാകേണ്ട അല്ലെങ്കിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യേണ്ട എന്ന് മമത കരുതുന്നുണ്ടോ? നമുക്ക് എന്തായാലും അഭിലാഷ്, നമ്മൾ ഒരു അങ്ങനെ മമതയുടെ തന്ത്രം എന്ന് വിട്ടിട്ട് പോസിറ്റീവായിട്ട് ആലോചിച്ചാൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ, ഇപ്പോൾ യു പിയിലൊക്കെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ യു പിയിലെ ഒരു സീറ്റും കിട്ടാതിരിക്കുമ്പോഴും ദയനീയമായി പരാജയപ്പെടുമ്പോഴും മായാവതിക്കൊക്കെ ഇപ്പോഴും അവിടെ 18 മുതൽ 20% വരെ വോട്ട് മായാവതിയുടെ സ്വന്തം ആയിട്ടുണ്ട്. അതിപ്പോഴും മായാവതിക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി മായാവതി അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലൊക്കെ മായാവതി നിൽക്കുകയാണ്. മായാവതിക്ക് ആ പഴയ സ്വാധീനമൊന്നുമില്ല. ആ ദളിത് വിഭാഗത്തിലേക്ക് വോട്ട് സ്വാഭാവികമായും BJPയിലേക്ക് പിടിക്കാൻ BJP വലിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും മായാവതിക്ക് മറ്റുള്ളവരുടെ വോട്ടൊക്കെ BJP പിടിക്കുമ്പോഴും ദളിത് വിഭാഗത്തിന്റെ വോട്ട് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. ഇത് ഒരു ദളിത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. മായാവതിയെ സംബന്ധിച്ച് ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതല്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന് ഒരു 10, 150 അല്ലെങ്കിൽ അതിന് മേളിൽ സീറ്റ് കിട്ടാൻ 150 സീറ്റെങ്കിലും അവർക്ക് കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഒരു വിദൂരമായ സാധ്യമാക്കാൻ കഴിയൂ. ഇവരെല്ലാവരും കൂടി ചേർന്നുള്ളത് സാധ്യമാക്കണമെങ്കിൽ കോൺഗ്രസിന് 150 സീറ്റെങ്കിലും കിട്ടേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഇനി വേറെ നിതീഷ് കുമാറും മറ്റേ ആളും തർക്കം വേണ്ട എന്ന് പറഞ്ഞാന്ന്. പക്ഷെ മമതാ ബാനർജി ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. മമതയെ സംബന്ധിച്ച് രാഷ്ട്രീയ അതിന്റെ ടാക്ടിക്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ മമതയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒന്നാമത്തെ ഉന്നം രാഹുൽ ഗാന്ധി തന്നെയാവും. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മമതാ ബാനർജിയുമായിക്ക് ഏതെങ്കിലും തരത്തിൽ ആ തരത്തിൽ യോജിക്കാൻ കഴിയുന്നോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളതായ ഒരു നേതാവല്ല. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയോടക്കം പലപ്പോഴും മമതാ ബാനർജിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. അതുകൊണ്ട് മമതാ ബാനർജി രാഹുൽ വേണ്ട എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് മമതാ ബാനർജി ഡൽഹിയിലെത്തി ശരത് പവാർ ഉൾപ്പെടെയുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇവരെയൊക്കെ രാഹുൽ ഗാന്ധി അടക്കം മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എതിർപ്പ് രാഹുൽ ഗാന്ധിയുടെ നേരത്തെ തന്നെയുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മനഃപൂർവ്വം വെട്ടാൻ വേണ്ടി അതിനുവേണ്ടി വെക്കാവുന്ന ഒരു പേര് അവിടെ +ആണ്. ഒരേ സമയം ഇന്ത്യ മുന്നണിക്ക് +ആണ്. രാഹുൽ ഗാന്ധിയെ വെട്ടുകയും ചെയ്യാം എന്നുള്ള ഒരു അജണ്ട ചിലപ്പോൾ ഉണ്ടാവാം. മറ്റൊന്ന് നിതീഷ് കുമാറിൻ്റെതാണ്. പക്ഷേ നിതീഷ് കുമാറിന് ഈ പറയുന്നത് പോലെ നിതീഷ് കുമാറിന് ബീഹാറിൽ നിന്ന് എത്ര സീറ്റ് കിട്ടാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. എങ്ങനെയാണോ നമ്മൾ ഈ ചർച്ചയൊക്കെ തുടങ്ങിയ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശരത് പവാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊന്നൊക്കെ മാറി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്, പവാറിന് സ്വാഭാവികമായും 5 or 10 സീറ്റ് മേടിക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി ദുർബലമായപ്പോൾ സ്വാഭാവികമായി ഒഴിയേണ്ട ഒരു അവസ്ഥ വന്നു. നിതീഷ് കുമാറിനെ സംബന്ധിച്ചാലും ബീഹാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാറും കോൺഗ്രസും RJDയും എല്ലാം കൂടെ ചേർന്ന് വേണം ഈ 40 സീറ്റ് വീതിച്ചെടുക്കാൻ. അവിടെ വലിയ വിജയം നേടിയാലും BJPക്ക് ഒക്കെ സ്വാധീനമുള്ള സ്ഥലമാണ്. വലിയ വിജയം നേടിയാലും നിതീഷിന് അത് കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. നിതീഷിന്റെ പ്രായത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ചില ശാഠ്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതുകൊണ്ട് മറ്റു നേതാക്കൾക്കുള്ള എതിർപ്പുകളൊക്കെ പലരും പുറത്ത് പരസ്യമായി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും നിതീഷിന് ഇതെല്ലാം ആഗ്രഹമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ വെട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മമതയ്ക്കുണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ മമത ബംഗാളിന്റെ ഒരു രാഷ്ട്രീയത്തിൽ നോക്കിയാൽ അത് പ്രധാനം തന്നെയാണ്, നമുക്ക് തള്ളിക്കളയാനാവില്ല. മമത ബംഗാൾ കണ്ടത് ചിലപ്പോൾ CPMനെ ഒരു പണി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കാണാൻ സാധ്യതയുണ്ട്. ബംഗാളിൽ മമത പരസ്യമായി തന്നെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. നിങ്ങൾ കോൺഗ്രസ്സുകാരും CPMകാരും എല്ലാം യോജിച്ചു നിൽക്കൂ, നമുക്ക് യോജിച്ചു നിന്ന് BJPയെ നേരിടാം, ഞാൻ തയ്യാറാണ് നിങ്ങളുമായി യോജിക്കാൻ. ഇതുവരെയുള്ള ശത്രുതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആത്യന്തികമായി മമത അവിടെ പരാജയപ്പെടുത്തിയത് CPMനാണ്. മമതയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നതും CPM തന്നെയാണ്. CPM വിരോധത്തിൽ നിന്നാണ് മമത ഉദിച്ചുയർന്നതും അധികാരം പിടിച്ചതും ഇപ്പോൾ തുടർച്ചയായി അധികാരം നിലനിർത്തുന്നതുമെല്ലാം. ആ CPMനോട് മമത പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ വരൂ. അത് CPMനെ സംബന്ധിച്ച് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫർ മമത മുന്നോട്ട് വെക്കുന്നത്.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് മമതയുമായി തള്ളിക്കളയാൻ കോൺഗ്രസിന് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കഴിയില്ല. ബംഗാളിലെ കോൺഗ്രസുകാർക്ക് സ്വാഭാവികമായും മമതയുമായി ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് ഒരു തടസ്സമായി നിൽക്കുന്നത് CPM ആണ്. അവിടെ CPM-നെ കൂടി ഒന്ന് വെട്ടിലാക്കുക. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാവിനെ കാണിച്ചാൽ കേരളത്തിലടക്കം CPM-ന് അത് പ്രയാസമുണ്ടാക്കും. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണോ നിങ്ങൾ മത്സരിക്കുന്നുള്ള ചോദ്യം. ആ തന്ത്രങ്ങളെല്ലാം കൂടി ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കത് വിശദീകരിക്കാം എന്നതിനപ്പുറത്തേക്ക് അതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തായാലും രാഷ്ട്രീയത്തിലേറെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് മമതാ ബാനർജി എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ നിന്ന് ഉദയം കൊണ്ട ആ സംസ്ഥാനത്തിന്റെ ഭരണത്തിലേക്കേറി മുഖ്യമന്ത്രിയായ ആൾ കൂടിയാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ മമത എന്താണ് മുന്നിൽ കാണുന്നത് എന്നത് മമതയുടെ മനസ്സിലിരിപ്പാണ്. പക്ഷേ നിരീക്ഷണങ്ങൾ പലതാണ്. തീർച്ചയായും ജാതി രാഷ്ട്രീയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർലമെന്റിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ പോലും ഉപരാഷ്ട്രപതിയെ അപമാനിച്ചിരിക്കുന്നു പ്രതിപക്ഷം എന്ന ആക്ഷേപം സർക്കാരും ഉന്നയിക്കുന്നുണ്ട്. അത്തരം ആക്ഷേപങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.